ഹലോ കുട്ടികളെ, നമുക്കിന്ന് ആമയുടെയും രണ്ട് താറാവുകളുടെയും കഥ കേട്ടാലോ? അപ്പൊ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. നിങ്ങൾക്കറിയാമോ ആമ എന്തുകൊണ്ടാണ് തന്റെ വീടും ചുമന്നുകൊണ്ട് നടക്കുന്നത് എന്ന്? എത്ര ശ്രമിച്ചിട്ടും ആമയ്ക്ക് തന്റെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന്? വളരെ പണ്ട് ജൂപ്പിറ്റർ ദേവൻ തന്റെ കല്യാണത്തിന് കാട്ടിലെ എല്ലാ മൃഗങ്ങളെയും ക്ഷണിച്ചു. ആമയെയും പ്രത്യേകമായി ക്ഷണിച്ചു. പക്ഷേ ആമ എന്തു ചെയ്തു? മടി പിടിച്ച് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ കല്യാണത്തിന് പോയില്ല. അതിനാൽ ദേവൻ ആമയെ ശപിച്ചു. വീടും ചുമന്നുകൊണ്ട് നടന്നോളാനാണ് ശാപം കിട്ടിയത്. അന്നു മുതലാണത്രേ ആമ അവന്റെ വീടും ചുമന്നുകൊണ്ട് നടക്കുന്നത്. ആമ നോക്കുമ്പോൾ പക്ഷികൾ വളരെ വേഗത്തിൽ പറക്കുന്നു. മുയലും മറ്റു മൃഗങ്ങളുമെല്ലാം വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നു. അത് കാണുമ്പോൾ എല്ലാം അവന് വളരെ സങ്കടം ആവും. തന്റെ ഈ അവസ്ഥയിൽ ആമ വളരെ അസംതൃപ്തനായിരുന്നു. ലോകം ചുറ്റിക്കാണാൻ അവന് വളരെ ആഗ്രഹമായിരുന്നു. പക്ഷേ എവിടെ പോകുമ്പോഴും വീടും ചുമന്നുകൊണ്ടുപോകണം. പിന്നെ അവന്റെ ചെറിയ കാലുകൾ ആയതുകൊണ്ടും അവന് ദൂരെ പോകാൻ സാധിച്ചിരുന്നില്ല. ഒരു ദിവസം ആമ രണ്ട് താറാവുകളെ കണ്ടുമുട്ടി. അവൻ അവരോട് തന്റെ സങ്കടങ്ങളെ കുറിച്ച് സംസാരിച്ചു. ഞങ്ങൾ നിന്നെ ഈ ലോകം കാണാൻ സഹായിക്കാം, അവർ പറഞ്ഞു. നീ ഈ വടിയുടെ നടുവിൽ കടിച്ചു പിടിച്ച് കിടക്കണം. ഞങ്ങൾ നിന്നെയും ചുമന്നുകൊണ്ടു പറക്കാം. അപ്പോൾ നിനക്ക് എല്ലാ സ്ഥലങ്ങളും കാണാമല്ലോ. പക്ഷേ ഒരു കാര്യം ഓർക്കണം, നീ ഒരിക്കലും വായ തുറക്കാൻ പാടില്ല. ആമയ്ക്ക് വളരെയധികം സന്തോഷമായി. അവൻ തന്റെ പല്ലുകൾ കൊണ്ട് വടിയിൽ ബലമായി കടിച്ചു പിടിച്ചു. രണ്ട് താറാവുകളും വടിയുടെ രണ്ട് അറ്റവും താങ്ങിക്കൊണ്ട് ആമയെയും കൊണ്ട് പറന്നു. അവരങ്ങനെ ആകാശത്തുകൂടെ യാത്ര ആരംഭിച്ചു. അങ്ങനെ യാത്ര ചെയ്യവേ ഒരു കാക്ക അവർക്കെതിരെ പറന്നു വന്നു. കാണാത്ത കാഴ്ച കണ്ട് കാക്ക ആശ്ചര്യത്തോടെ പറഞ്ഞു, ഹോ, ഇത് ആമകളുടെ രാജാവാണ്. അതെ, തീർച്ചയായും. മണ്ടൻ ആമ പറയാനായി വായ തുറന്നതും വടിയിലെ പിടിവിട്ട് അവൻ താഴേക്ക് വീണു. ഒരു പാറയുടെ മുകളിൽ ചെന്ന് വീണ് ചിതറി. അങ്ങനെ ആമയുടെ അഹങ്കാരവും ശ്രദ്ധയില്ലാത്ത പെരുമാറ്റവും മൂലം അവൻ നശിച്ചു. കുട്ടികളെ, വിഡ്ഢികളുടെ അശ്രദ്ധയും പൊങ്ങച്ചവും നാശത്തിന് വഴിതെളിയിക്കും. കൂട്ടുകാരെ, ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ കഥ ലൈക്ക് ചെയ്യുകയും ഈ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. വീണ്ടും ഒരു നല്ല കഥയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.